പ്രീടൈമായി ജനിച്ച കുട്ടികൾക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്? യൂഷ്വലി നമ്മൾ ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വിഷൻ റിലേറ്റ് ചെയ്താണ്. കുട്ടികൾക്ക് റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി ഉണ്ടാവാൻ സാധ്യത, അത് കാരണം ആൻറ്റീരിയർ വിഷനിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ബ്രെയിനിൽ വരുന്ന ഇഞ്ചുറി കാരണം പോസ്റ്റീരിയർ വിഷനിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത, അതിനാണ് സെറിബ്രൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയാം. ഇത് രണ്ടുമാണ് നമ്മൾ വിഷൻ റിലേറ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ അതേപോലെ ഈ കുട്ടികളിൽ ഹയർ റിസ്ക് ആയിട്ട് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. എസ്പെഷ്യലി ഓഡിറ്ററി ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസ് വളരെ കോമൺ ആണ് NICUയിൽ കിടക്കുന്ന കുട്ടികളിൽ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇതാണ് മോട്ടോർ ഡിലേ എന്ന് പറയും. മോട്ടോർ ഡിലേക്കും കുട്ടികൾ ഭയങ്കര ചാൻസ് കൂടുതലാണ് പ്രീടൈമായി ജനിക്കുന്ന കുട്ടികളിൽ. പിന്നീട് സെക്യൂർ എന്നോളം സെറിബ്രൽ പാൾസി, എസ്പെഷ്യലി ഡൈപ്ലേജിക് സെറിബ്രൽ പാൾസി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രീടൈമായ കുട്ടികളിൽ സീഷേഴ്സ് വരാനും പിന്നെ അതേപോലെ ജോണ്ടിസ് വന്നിട്ട് ബ്രെയിനിൽ ഇഞ്ചുറി വരാനുള്ളൊക്കെ സാധ്യത കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അത് പിന്നീട് ഒരു സീഷർ എപ്പിലെപ്സി ആയിട്ട് മാറാം. അതുപോലെ തന്നെ മറ്റ് ഡിലേയിലേക്കും നയിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ലോങ് ടേം ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ ADHD, അതേപോലെ തന്നെ മറ്റുള്ള ലേണിംഗ് ഇഷ്യൂസ്, ഓട്ടിസം, ഇതിൻ്റെയൊക്കെ റിസ്ക് മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ്.